ലോകം തന്നെ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനെ തീർത്ത ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിഭാഗം മേധാവിയുടെ വധമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിന്റെ കൃത്യമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിഭാഗം മേധാവി അബ്ബാസ് അഹമ്മദ് ഹമൗദ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇസ്രായേലിനെതിരെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായുള്ള ഏരിയൽ അറ്റാക്കിൻ്റെ ആകാശമാർഗമുള്ള ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച അബ്ബാസ് അഹമ്മദ് ഹമൗദാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അബ്ബാസ് അഹമ്മദ് ഹമൗദ് താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേലി വ്യോമസേനയുടെ കൃത്യമായ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നു. 2 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിലൊരാൾ അബ്ബാസ് അഹമ്മദ് ഹമൗദാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിക്കുന്നത്. ഇസ്രായേലിനെതിരെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായുള്ള ആക്രമണത്തിന് പ്രധാനമായും ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് അബ്ബാസ് അഹമ്മദ് ഹമൗദ്. ഹിസ്ബുള്ളയുടെ വ്യോമ മേധാവി എന്ന് വ്യക്തമായി പറയാം, ഡ്രോൺ വിഭാഗം മേധാവി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വ്യക്തിയാണ് ഹമൗദ്. ആ ഹമൗദിൻ്റെ വധത്തോടു കൂടി തന്നെ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിനിടയിലാണ് ഈ ആക്രമണം ഇസ്രായേലി സേന നടപ്പാക്കിയത്. ഇസ്രായേലിന് നേരെ, പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിന് നേരെ നിരവധി ഡ്രോൺ അറ്റാക്കുകൾക്ക് ഹമൗദ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം, ഈ പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ബെയ്റൂട്ടിന് സമീപമുള്ള ഒരു ഉൾഗ്രാമത്തിൽ ഒരു കെട്ടിടത്തിനുള്ളിൽ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ഹമൗദ്. ഈ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രായേലിൻ്റെ ശക്തമായ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും പൊട്ടിത്തകരുന്ന ദൃശ്യങ്ങളും ഇസ്രായേലി എയർഫോഴ്സ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളും ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നു. ഈ ആക്രമണത്തിലാണ് ഹമൗദ് കൊല്ലപ്പെട്ടത് എന്ന് IDF വ്യക്തമാക്കുന്നുണ്ട്. നവംബർ മാസം 27-ാം തീയതി മുതലാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷവും പലതവണ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക്, ലെബനനിലെ വിവിധ ആയുധ സംഭരണശാലകളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള തലവൻ നയീം ഖസീം തന്നെ ഇക്കാര്യം പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതായത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ 100-ലധികം തവണ ഇസ്രായേലി സേന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്നായിരുന്നു നയീം ഖസീമിൻ്റെ വാദം. ഇത് ഇസ്രായേലി സേനയും അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലി സേന പറയുന്ന ഒരു ന്യായീകരണം, ഹിസ്ബുള്ള എപ്പോഴൊക്കെയാണോ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്, ആ നിമിഷങ്ങളിൽ ഞങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കും. ഞങ്ങളുടെ പ്രതിരോധം ആണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആയുധം. ഞങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശത്രുക്കൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാം മറന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങളെ വെടിനിർത്തൽ കരാറിന് ലംഘനങ്ങളായി കാണേണ്ടതില്ല എന്നായിരുന്നു ഇസ്രായേലിൻ്റെ ഇക്കാര്യത്തിലെ മറുപടി. കഴിഞ്ഞ ഒരാഴ്ചകളിൽ തന്നെ പലതവണ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾക്ക് നേരെ, പ്രത്യേകിച്ച് സിറിയ ലെബനൻ അതിർത്തിയിലുള്ള ഹിസ്ബുള്ളയുടെ അതീവ രഹസ്യമായ ആയുധ ഡിപ്പോകൾക്ക് നേരെയും ആയുധ നിർമ്മാണ ശാലകൾക്ക് നേരെയും ഇസ്രായേലിൻ്റെ അതിശക്തമായ എയർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ ഒന്നാകെ തന്നെ തകർന്ന് തരിപ്പണമായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ 50 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിനൊടുവിൽ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ ശേഷിയെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലി ആക്രമണത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഹമാസിനെതിരെ നടന്നതുപോലെയുള്ള യുദ്ധമല്ല ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയത്. ഹമാസിനെതിരെ സാവകാശം സമയമെടുത്തുകൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇസ്രായേലി സേനയുടേതെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അതുപോലെ ആയിരുന്നില്ല ഇസ്രായേലിൻ്റെ ആക്രമണം. ഹിസ്ബുള്ളയെ അതിവേഗം തീർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ക്ലേശകരമായിട്ടുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേൽ കൈക്കൊണ്ടത്. അതിൻ്റെ ഫലമായി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ ഡിപ്പോകൾ, ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം, ബെയ്റൂട്ടിലെ ഹസൻ നസറുള്ളയുടെ ആസ്ഥാന മന്ദിരം, ഹിസ്ബുള്ളയുടെ ഓഫീസുകൾ, ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ എല്ലാം തന്നെ
ദിവസങ്ങളും ആഴ്ചകളും നീണ്ട ആക്രമണത്തിൽ ഇസ്രായേലി സേന തകർത്തു തരിപ്പണമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തെക്കൻ ലെബനനിലെ വിവിധ ഗ്രാമങ്ങളിൽ ഏകദേശം 50-60ഓളം ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ, ബേസ് ക്യാമ്പുകളൊക്കെ തന്നെ ഇസ്രായേലി സേന നിശേഷം തകർത്തു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. അതോടുകൂടി ഹിസ്ബുള്ളയുടെ നടുവൊടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഹിസ്ബുള്ളയുടെ ആയുധശേഷിയുടെ 90% ഇസ്രായേൽ ആക്രമണത്തിലൂടെ നശിപ്പിക്കപ്പെട്ടു. പിന്നാലെ ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധ വിതരണ ശൃംഖല തകർത്തു. സിറിയ വഴിയുള്ള ആയുധ വിതരണ കേന്ദ്രങ്ങൾ തകർത്തു. പിന്നീട് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഒരു തരത്തിലും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നില്ല എന്ന ഉറപ്പ് ഇസ്രായേലി സേന ഉണ്ടാക്കി. അതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രായേലി സേന പച്ചക്കൊടി കാട്ടിയത്. എന്നാൽ പിന്നാലെ പല ഘട്ടങ്ങളിൽ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ലോഞ്ചറുകൾ തിരിക്കുമ്പോൾ, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനായി ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇസ്രായേൽ മണത്തറിയുകയും ആ സ്പോട്ടിൽ തന്നെ ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ, ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുകയായിരുന്നു ഇസ്രായേലി സേന നടത്തി വന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു തിരിച്ചടി ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിഭാഗം മേധാവിയെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. അബ്ബാസ് അഹമ്മദ് ലദൌവിനെ തീർത്തിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ശക്തമായ ഒരു വ്യോമാക്രമണത്തിലാണ് ഈ കൊടും ഭീകരനെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്.